ഹലോ സുഖല്ലേ, ഈവനിങ് ആകുമ്പോ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അയിലെല്ലാം പോയിട്ട് നേരെ മാർക്കറ്റിലേക്ക് എത്തി. അപ്പൊ അന്ന് ദീപാവലിന്റെ ഫെസ്റ്റിവൽ കൗണ്ടർ കണ്ടത്. മോനെ ഏതെല്ലാം തരത്തിലുള്ള സ്നാക്സ് എല്ലാം അവിടെ കാണാനുണ്ട്. അങ്ങനെ ഓരോന്നെടുത്തിട്ട് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ചെറിയ മധുരമുള്ള നല്ല സ്വീറ്റ്സ് എല്ലാം ഉണ്ടായിന്. അതെല്ലാം വാങ്ങിയിട്ട് നമ്മളവിടെ വന്നിട്ട് ഷുഗർ കട്ടായോണ്ട് കുറച്ചേ വാങ്ങിയിട്ടില്ല. ഷുഗർ കട്ട് റൂമിലേക്ക് എത്തുമ്പോ അജ്മലിന്റെ മെസ്സായിന് നല്ല ഫുഡെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്ങനെയെല്ലാം ഉണ്ട് എന്നുള്ള തോന്നിട്ട് തന്നെ പറയാം. ഇവന്റെ ഒരു സിഗ്നേച്ചർ ഐറ്റം ആണ് ഈ ചെമ്മീൻ കറി ഇട്ടാ. അത് നാളേക്ക് എന്തായിട്ടുണ്ടാവും. അപ്പം ഇന്നത്തേക്കുള്ള ഫുഡെല്ലാം നമ്മൾ കഴിക്കാൻ തുടങ്ങി. മഞ്ഞച്ചോറ് വെച്ച് എന്നെല്ലാം പറഞ്ഞിട്ട് പറ്റിക്കുന്നു എന്നെല്ലാം പറഞ്ഞിട്ട് അവിടെ ഒരാൾ കമന്റ് അടിച്ചോണ്ടുണ്ട്. അതെല്ലാം കഴിച്ചിട്ട് നമ്മള് കിടന്ന് രാവിലത്തെ സൂര്യനെ കണ്ടിട്ട് കൗസർ ബൈന്റെ കൂടെ നേരെ കമ്പനിയിൽ വന്നിട്ടാ. നമ്മളെ റൂമിൽ നിന്ന് കമ്പനിയിലേക്ക് ചെറിയൊരു ദൂരയിലോട്ട് അങ്ങനെ വന്നപ്പോ അവിടെ പഞ്ചലം ചെയ്തിട്ട് എല്ലാവരെയും കണ്ടിട്ട് ഹായെല്ലാം പറയുന്നുണ്ട്. ഫഹദ് ഇല്ലാസെല്ലാം നല്ല പണിയിലുണ്ട്. ഷെയ്ഖുന മുനീർ അവരുടെ കൈകൾ മുത്താൻ ശ്രമിക്കുന്നുണ്ട്. വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ നീങ്ങി. രാവിലത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മള് നടന്നുകൊണ്ടിട്ടാ. ഓരോരാളാട് ചായയെല്ലാം കുടിച്ചോണ്ട് നല്ല പാങ്ങിൽ ആസ്വദിക്കുന്നുണ്ട്. നമ്മള് തട്ടകത്തിലേക്ക് കയറി. പണിയെടുക്കണ്ടേ. കുറച്ച് കഴിയുമ്പോൾ അസർഫൊക്കെ നല്ല ഡേറ്റ്സിന്റെ ബോക്സിൽ ഓപ്പൺ ആക്കുന്നുണ്ട്. നല്ല സാഫ്രോണും മണികളും ചേർന്നിട്ട് നല്ലൊരു ഡേറ്റ്സ്. അതും തന്നിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചായക്കാരൻ വന്നിട്ടുണ്ട്. ഓരോരാളവിടെ ചായയെല്ലാം വാങ്ങിക്കൊണ്ടുണ്ട്. രാവിലെകളിൽ ഇങ്ങനെയാന്ന് കേട്ടോ. ഇവിടെ രാവിലെ പിന്നെ ഫുഡെല്ലാം ഉണ്ടാക്കല് കുറവന്നെ. ഒരാള് ഫുഡ് ഉണ്ടാക്കിയിട്ട് വരും, ഒരാൾ ഇങ്ങനത്തെ സൈക്കിളാറോടെല്ലാം വാങ്ങിയിട്ട്. അധികം പ്രവാസികളുടെ ഭക്ഷണം ചിലപ്പോൾ രാവിലെ പൊറോട്ട ആയിരിക്കും. പൊറോട്ടയും ഒരു ചായയും. ഇങ്ങനെയെല്ലാം ആണ് പ്രവാസം. അപ്പൊ ഓക്കെ ബൈ.